കൃപയേറും എൻ കർത്താവേ, കൃപമേൽ കൃപ തരിക. തവ തിരുകൃപ കൂടാതെ മരുവിൽ ജീവിതമസാധ്യമേ. കൃപയാൽ 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 എന്നെ നിറയ്ക്ക, കൃപയാൽ എന്നെ നിറയ്ക്ക, കൃപയാൽ എന്നെ നിറയ്ക്ക. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അപ്പൊ ഇത് സഭയിൽ നുഴഞ്ഞു കയറി എന്നാ പറയുന്നത്. അവർ സഭയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലെ ആകരുത്. സഭയിലുള്ള എല്ലാവരെ പോലും ആകാൻ പറ്റില്ല. സഭയിലെ എല്ലാ ടീച്ചിങ്സും വന്ന് അവിടുന്നും ഇവിടുന്നും ഓരോരുത്തർ വന്ന് ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വെളിപ്പാടെന്നൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പുറകെ പോകരുത്. ഇവിടെ ഒരുത്തം പറയുന്നത് കേട്ടു, ഇപ്പൊ അപ്പോസ്തല പ്രവൃത്തികളിൽ 28 അധ്യായമല്ലോ ഉള്ളൂ. അതൊന്നുമല്ല. ഇന്ന് കർത്താവ് വേറെ വെളിപ്പാടുകളാണ് തരുന്നത്. അന്നത്തെ വെളിപ്പാടും കൊണ്ടിരിക്കരുത്. പുതിയ വെളിപ്പാട്, അന്നില്ലാത്ത വെളിപ്പാട്, വേദപുസ്തകത്തിൽ ഇല്ലാത്ത വെളിപ്പാട്. വേദപുസ്തകം വേണ്ട എന്ന് പറയുന്നവർ വരെ നമ്മുടെ ഇടയിലുണ്ട്. വേണമെങ്കിൽ അവർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്, കൃപയല്ലേ ബ്രദറെ, കൃപ. ഇപ്പം എല്ലാം കൃപയാണ്, കൃപ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതായ കാര്യം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ്. പൗലോസ് യൂദായുടെ ലേഖനത്തിൽ യൂദാ പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. പാപമെന്ന് പറഞ്ഞൊന്നില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും ഇന്ന് ജീവിക്കുന്നത്. ഒരു വലിയ പ്രീച്ചർ പറയുന്നത് കേട്ടു, ഞാൻ ആരെയും പാപി എന്ന് വിളിക്കില്ല, അതൊക്കെ മോശയാ വിളിച്ചത്, ഞാൻ വിളിക്കത്തില്ല, ആരെയും ഞാൻ പാപി എന്ന് വിളിക്കില്ല. അയാളുടെ സഭയിൽ ഇഷ്ടംപോലെ ആളും കയറും, ആരും പാപി എന്ന് വിളിക്കത്തില്ലല്ലോ. എന്തൊരു സന്തോഷമാ. പിന്നെ നീ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ഒരു വിഷയമല്ല. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നിന്റെ ഇന്നലത്തെ പാപവും ഇന്നത്തെ പാപവും നാളെ ചെയ്യാനിരിക്കുന്ന പാപവും എല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി നീ സ്വർഗത്തിലാ. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്തോ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. കൃപ എന്ന് പറഞ്ഞ് എന്ത് പാപവും ചെയ്യുന്നത് കുറ്റമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം, അങ്ങനത്തെ പ്രസംഗകര്. ചിലർ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, നിലത്ത് ഒന്ന് തെറിച്ച് വീണാൽ മതി എന്നാണ് പറയുന്നത്. ഒരു അനുഭൂതി ഉണ്ടാകണമെന്ന്. എല്ലാത്തിനെയും തന്നെ തെറിച്ച് വീണില്ലെങ്കിൽ തള്ളി താഴെ ഇടും. താഴെ വീണ് കിടന്ന് പിടയ്ക്കുമ്പോൾ അനുഭൂതി ഉണ്ടായി, വചനമൊക്കെ അവിടെ കിടക്കും. ഈ അനുഭൂതി അവിടെ ഇല്ലായിരുന്നല്ലോ, ഇവിടിപ്പോൾ അനുഭൂതി. ഇനി നീ എന്തോ ചെയ്താലും കുഴപ്പമില്ല. ഇവരാരും പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ലല്ലോ. വലിയ ഉണർവൊക്കെ നടക്കുന്നു, ആരും പറയുന്നില്ല നീ പാപം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്ന ആരും പറയുന്നില്ല. അതൊന്നും പ്രസംഗിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. വലിയ കളിയൊന്നും കളിച്ച് നടക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ശിക്ഷാവിധി, ഈ ദുഷ്കാമവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശിക്ഷാവിധി വരുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതൊക്കെ പണ്ടേ എഴുതിയിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ. എന്ത് ദുഷ്പ്രവൃത്തി ചെയ്താലും എത്ര ദുഷ്കാമവൃത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇല്ലേ? അങ്ങനെയുള്ള ഇമ്മോറൽ ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്നവരായ ആളുകൾ. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്നേ. കൃപയല്ലേ ബ്രദറെ, കൃപ. നീ പാപം ചെയ്യുമ്പോൾ കൃപയിൽ നിന്ന് വീഴുകയല്ല, കൃപയിലേക്ക് വീഴുകയാണെന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. അതുകൊണ്ട് എത്ര കൂടുതൽ പാപം ചെയ്തോ അത്രയും കൃപ വർദ്ധിച്ചു വരും. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃപ വരികേണ്ടതിന് പാപം ചെയ്യുക എന്നോ. അത് അതേപോലെ കൃപ പെരുകാൻ പാപം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരും ഉണ്ട്. ഗ്രേസ് അവരുടെ ശിക്ഷാവിധി പണ്ടേ എഴുതിയിരിക്കുന്നെന്നാണ് പറഞ്ഞത്. പണ്ടേ എഴുതിയിരിക്കുന്നു.
അവർ, അതാണ് അവിടെ പറയുന്നത്, അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ, നോക്കുക, അവരും നിങ്ങളും വ്യത്യസ്തരാണ്. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങളോ സകലതും ഒരിക്കലും അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരിക്കൽ മിസ്രൈമിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കൽ സഭയിൽ കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വന്നിരുന്ന് പാട്ട്, മിഡിയാം തപ്പെടുത്ത് പാട്ട് പാടിയപ്പോൾ യുവമാരും പാടി കാണും, ഒക്കെ ശരിയാണ്. പക്ഷേ വിശ്വസിക്കാത്തവരെ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിന്നെ എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ലെന്നല്ല. നാം ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലായിരിക്കണം. അങ്ങനെ പഠിപ്പിക്കുന്നവരോട് നിങ്ങൾ കൂട്ടുകൂടരുത്, അവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണമെന്നാണ് പറയുന്നത്. ഈ യൂദായുടെ ലേഖനം മൊത്തമായിട്ട് പറയുന്നത് ഈ ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് അവർക്ക് അയ്യോ കഷ്ടം. 11-ാമത്തെ വാക്യത്തിൽ അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും അവർക്ക് നിങ്ങളോ, ഈ ഡിഫറൻസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ വ്യത്യസ്തരാകുവാൻ നമുക്ക് അത്യാവശ്യമാണ്. 16-ാമത്തെ വാക്യത്തിൽ അവർ പെറുപെറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായി വമ്പ് പറയുന്നു, സാത്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻകൂട്ടി പറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ. നിങ്ങൾ അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ട അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ നിങ്ങൾ ഓർത്തോണം. അവരതൊക്കെ പറയും. അവരെ പോലെ ആകരുത്, നമ്മൾ വ്യത്യസ്തരാകണം. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ആര്? നമ്മുടെ അപ്പോസ്തലന്മാർ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ, നിങ്ങൾ, ഈ ഡിഫറൻസ് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവരെ പോലെ അല്ല നമ്മൾ, അവരെ പോലെ ആകാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം, നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് മാത്രമേ ഇടപെടുകയുള്ളൂ. പിന്നെ ലോകം നമുക്ക് വേറെ ചില ഐഡൻറ്റിറ്റി തരാനായിട്ട് നോക്കും. അത് നിങ്ങൾ ഏറ്റെടുക്കരുത്. ഇപ്പം എബ്രായ ബാലന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് എബ്രായ ബാലന്മാരായ 4 പേര്, ദാനിയേൽ, ഹനനയ, മിശായേൽ, അസറയ. ഇവരെ യെരൂശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ബാബിലോണിലാക്കി. ബാബിലോണിൽ വന്നപ്പോൾ ഇവരുടെ 4 പേരുടെയും പേരിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഈ 4 പേരുടെയും പേരിനോട് ചേർന്ന് കിടക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ പേരാ. ദാനിയേൽ, എൽ; ഹനനയാഹ്, യാഹ്; മിശായേൽ, യേൽ; അസറയാഹ്, യാഹ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അവരുടെ ഐഡന്റിറ്റി അവരുടെ പേരിൽ തന്നെ ഉണ്ട്. അവരുടെ ഐഡന്റിറ്റി അവരുടെ പേരിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ഒരാൾ വിളിക്കുമ്പോൾ തന്നെ, ഡാനിയേൽ, യെസ്, ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപതിയാണ്, അവനറിയാം. മിശായേൽ, ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്, ദൈവം എനിക്ക് ശക്തി പകരുന്നു, അവനറിയാം. ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ്റെ ഐഡന്റിറ്റി എല്ലാം മനസ്സിലാക്കുന്നത്. ദാനിയേൽ, ഹനനയ, മിശായേൽ, അസറയ. എന്നാൽ ഷണ്ണാധിപൻ എന്ത് ചെയ്യുന്നറിയാം? അവനെ നോക്കാൻ ഏൽപ്പിച്ചവർ അവർ വന്ന് ഇവർക്കെല്ലാം മറ്റു പേരിട്ടു. ദാനിയേലിന് ബേൽസസർ, ഹനനയാവിന് ഷദ്രക്, മിശായേലിന് മേശക്, അസറയാവിന് അബേദ്നെഗോ എന്ന് പേരിട്ടു. ദാനിയേൽ 1:7 നമ്മൾ കാണുന്നു. ഡാനിയേൽ, ഗോഡ് ഈസ് മൈ ജഡ്ജ്. ബേൽസസർ, ഐ എം എ സ്ലേവ് ഓഫ് ബാൽ. ബാലാണ് എൻ്റെ ദൈവം, ബാലിൻ്റെ അടിമയാണ് ഞാൻ. നോക്ക് വ്യത്യാസം കണ്ടോ? ഹനനയാ,
ഹനന്യാവിന് എന്ത് പേരിട്ടു? ഹനന്യാവിന് ശദ്രക്ക്. ശദ്രക്ക് എന്ന് പറയുന്നത് മൂൺ ഗോഡാണ്, ചന്ദ്രദൈവത്തിൻ്റെ പേരിട്ടു. മിശായേൽ, ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്. മേശക്ക് എന്ന് പേരിട്ടു, ഐ ആം വീക്കെൻഡ്, എനിക്ക് ശക്തിയില്ലെന്ന് മേശക്ക് എന്ന് പേരിട്ടു. അബേദ് നെഗോ, അസറയാവിന്. നെഗോ അവരുടെ ദൈവമാണ്. അബേദ് സ്ലൈവ്. നോക്ക്, പേരുകൾ മാറ്റുന്നത് നോക്ക്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഡാനിയേൽ ഒരിക്കലും തന്നെ ബേൽശസ്സർ എന്ന് വിളിച്ചിട്ടില്ല. ഡാനിയേൽ ഒരിക്കലും തന്നെ ബേൽശസ്സർ എന്ന് വിളിച്ചില്ല. കാര്യം ഡാനിയേൽ പറഞ്ഞു, എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ ദൈവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ആർക്കും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. മൈ ഐഡൻറ്റിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാനൊരു ദൈവ പൈതലാണ്. എൻ്റെ ഐഡൻറ്റിറ്റി അതാണ്. ഞാൻ ദൈവ പൈതലാണെന്നുള്ളതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. അത് ഞാൻ വേറെ ആർക്കും, അല്ലെങ്കിൽ എന്നെ വേറൊന്നും വിളിച്ച് നിങ്ങൾക്ക് എന്നെ മാറ്റാൻ കഴിയില്ല. ഐ എം ഡാനിയേൽ, ഐ എം ഹനനയ, ഐ എം മിശായേൽ, ഐ എം അസറയ. ദൈവവുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി തന്നെ അവർ കൊണ്ടുപോവുകയാണ്. അവരുടെ പേര് മാറ്റാൻ നോക്കിയിട്ട്, അവരുടെ പേര് മാത്രമല്ല അവരുടെ ജീവിത ശൈലിയൊക്കെ മാറ്റാൻ നോക്കി. അവർക്ക് പേരിട്ടത് മാത്രമല്ല, രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഇവരുടെ ഫുഡും എല്ലാം. വലിയ പദവിയിലൊക്കെയാണ്. നമ്മളാണെങ്കിൽ കർത്താവ് നമുക്ക് ചെയ്ത വലിയ കർത്താവ് എന്താ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്, രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നല്ലേ തീറ്റി എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ലോകത്തിൻ്റെ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് അതെല്ലാം ദൈവം തന്നതാണെന്ന് ചിന്തിക്കരുത്. ഡാനിയേൽ പറഞ്ഞില്ല, എന്താണെങ്കിലും ആ യെരുശലേമിൽ എന്തോ ആയിരുന്നു തിന്നാൻ കിട്ടുന്നത്, ഇവിടെ എന്തൊക്കെയാ വീഞ്ഞുണ്ട്, രാജാവിൻ്റെ ഭോജനം എന്നെല്ലാം പറഞ്ഞു. ഇല്ല, അവൻ പറഞ്ഞത് എന്താണ്? 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഡാനിയേലാണ്, ഞാൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവ് അവൻ്റെ ദേവന്മാർക്ക് അർപ്പിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല, അവൻ്റെ വീഞ്ഞ് ഞാൻ കുടിക്കത്തില്ല. തീരുമാനമെടുത്തു, ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന് എഴുതി. റിസോൾഡ്, ഡാനിയൽ റിസോൾഡ് ഹിംസെൽഫ് ദാറ്റ് ഐ വിൽ നോട്ട് ഡിഫൈൽ മൈസെൽഫ് വിത്ത് ദ ഫുഡ് ദാറ്റ് ഇസ് സെർവ്ഡ് ഓൺ ദ ടേബിൾ ഓഫ് ദ കിങ് ആൻഡ് ദി വൈൻ ദാറ്റ് ഹി ഡ്രിങ്ക്സ്. റിസോൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. റിസോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസല്യൂഷൻ പാസ്സാക്കുക എന്നൊക്കെ പറയുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറുന്ന പ്രസ്ഥാനം ഉദിക്കുന്നില്ലെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് ഡാനിയേൽ പറയുന്നത്, പറ്റിയാൽ ഇത് കഴിക്കണമെന്നില്ല, പിന്നെ ദൈവം സഹായിക്കണ്ടേ ബ്രദറെ എന്നൊന്നുമല്ല പറയുന്നത്. തല പോയാലും ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കളയത്തില്ല. തല പോയാലും ഞാൻ രാജാവിൻ്റെ ഈ രാജകീയ ഭോജനത്തിൻ്റെ ഭാഗവാക്കാവുകയില്ല. തല പോയാലും ഞാൻ വ്യത്യസ്തനായിരിക്കും. ഞാനൊരു ഇസ്രായേലിയനാണ്, എൻ്റെ ദൈവം യഹോവയാണ്, ആ യഹോവയ്ക്ക് യോജിക്കാത്തതൊന്നും ഞാൻ ചെയ്യത്തില്ല. എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം. ആ എബ്രായ ബാലന്മാർ അവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചു. ബാക്കിയുള്ള 3 പേരെ തീയിലേക്ക് ഇടാനായിട്ട് നോക്കുമ്പോൾ രാജാവ് പറഞ്ഞു, ഇപ്പം കാഹള ഊതും, അപ്പം വണങ്ങിക്കോണം, ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് തീക്കത്തിടും. ആരാ നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത്? ഞാൻ നോക്കട്ടെ, ഏത് ദൈവമാണെന്ന് നോക്കട്ടെ. ഉടനെ എബ്രായ ബാലന്മാർ പറയുന്നത്, രാജാവേ, ഇക്കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് രക്ഷിക്കില്ലെന്നൊക്കെ നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവയ്ക്ക് ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയും. അതിപ്പം നീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല, ഞങ്ങളുടെ ദൈവമായിട്ട് ഞങ്ങൾക്കുള്ള ബന്ധമാണ്. പിന്നെ അവൻ രക്ഷിച്ചില്ലയോ? എന്നാലും നീ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തൊന്നുമില്ല. കാര്യം ഞങ്ങളുടെ ഐഡൻറ്റിറ്റി അതല്ല. ഞങ്ങൾ ഡിഫറൻ്റാണ്, ഞങ്ങൾ വ്യത്യസ്തരാണ്. മരിച്ചാലും ഞങ്ങൾ ഇതിന് വണങ്ങുകയില്ല. ആ ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്ന ഒരു അനുഭവം, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നതായ കാര്യം. വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്നതായ ഒരു അവസ്ഥ നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്
നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായ കാര്യം. പ്രിയമുള്ളവരെ, വ്യത്യസ്തരാകുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ വ്യത്യസ്തത നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യത്യസ്തരാകുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അവർ, നിങ്ങൾ എന്ന് പറയുന്ന ഡിഫറൻസ് ഉണ്ട്. അവരെ പോലെ ആകരുത്. അത് നമ്മൾ മനസ്സിലാക്കണം. കൃപയേറും എൻ കർത്താവേ, കൃപമേൽ കൃപ തരിക. കൃപയേറും എൻ കർത്താവേ, കൃപമേൽ കൃപ തരിക. തവ തിരുകൃപ കൂടാതെ മരുവിൽ ജീവിതമസാധ്യമേ. തവ തിരുകൃപ കൂടാതെ മരുവിൽ ജീവിതമസാധ്യമേ. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. ഞാനായിടുമ്പോൾ പാപലോകമോഹങ്ങളോടെ എതിർത്തു നിൽപ്പാൻ. ഈ ലോകത്തിൽ ഞാനായിടുമ്പോൾ പാപലോകമോഹങ്ങളോടെ എതിർത്തു നിൽപ്പാൻ. പാപമെന്നെ ജീവിച്ച പരിശുദ്ധനെ, കൃപമേൽ കൃപ തരിക. പാപമെന്നെ ജീവിച്ച പരിശുദ്ധനെ, കൃപമേൽ കൃപ തരിക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. തിന്മയെ ജയിച്ചിടുവാൻ, സത്യത്തിന്റെ പാതയിൽ മുന്നേറിടാൻ. നന്മയാൽ തിന്മയെ ജയിച്ചിടുവാൻ, സത്യത്തിന്റെ പാതയിൽ മുന്നേറിടാൻ. നല്ല പോർ പൊരുതി ഓട്ടം തികപ്പാൻ, കൃപമേൽ കൃപയരുൾക. നല്ല പോർ പൊരുതി ഓട്ടം തികപ്പാൻ, കൃപമേൽ കൃപയരുൾക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയേറും എൻ കർത്താവേ, കൃപമേൽ കൃപ തരിക. കൃപയേറും എൻ കർത്താവേ, കൃപമേൽ കൃപ തരിക. തവ തിരുകൃപ കൂടാതെ മരുവിൽ ജീവിതമസാധ്യമേ. തവ തിരുകൃപ കൂടാതെ മരുവിൽ ജീവിതമസാധ്യമേ. കൃപയാൽ 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 എന്നെ നിറയ്ക്ക. കൃപയാൽ കൃപയാൽ
നിറയ്ക്ക കൃപയാൽ